നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പി കേട്ടോ. വേറൊന്നുമല്ല, മീൻകറിയാണ്. പക്ഷേ മാങ്ങ ഇഞ്ചി ചേർത്ത് ഉണ്ടാക്കിയ മീൻകറിയാണ്. നമ്മൾ ഇഞ്ചി ചേർത്തിട്ട് മീൻകറി ഉണ്ടാക്കാറുണ്ട്, മാങ്ങ ചേർത്തിട്ട് മീൻകറി ഉണ്ടാക്കാറുണ്ട്. എന്നാൽ സ്പെഷ്യലായിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മാങ്ങ ഇഞ്ചി ചേർത്ത മീൻകറിയാണ്. ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഈ മാങ്ങ ഇഞ്ചി ചേർത്ത മീൻകറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ മാങ്ങ ഇഞ്ചി പറിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ വർഷം പറിച്ചിട്ടില്ല ഈ മാങ്ങ. മണ്ണിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്, മണ്ണൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് തന്നെ പറിച്ചെടുക്കുക ചെയ്യുള്ളൂ. നമുക്ക് കറിയിലോട്ട് 2 പീസ് പറിച്ചെടുക്കാം. ഇതിൻ്റെ ധാരാളം കേട്ടോ, ഇത് വേണ്ടത് നമുക്കെടുക്കാം. അപ്പോൾ ഈ മാങ്ങ ഇഞ്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മുടെ മീൻകറിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കി എടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തേങ്ങയുടെ പകുതി ഭാഗമാണ്, ഏകദേശം 1 കപ്പോളം ഉണ്ടാവും ഇത്. ഈ തേങ്ങയിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 10ഓളം ചെറിയ ഉള്ളി, ഏകദേശം ഒരു 10-15 വെളുത്തുള്ളി, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം. നമ്മൾ നേരത്തെ പറിച്ചെടുത്തിട്ടുള്ള മാങ്ങാഞ്ചിയുടെ പകുതി ഭാഗം ഇത്ര എടുത്തിട്ടുള്ളത്. 1 പീസ് ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം. നല്ല മഷി പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ. ഇവിടെ ഞാൻ ഒരു സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു തക്കാളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഓൾറെഡി നമ്മൾ തേങ്ങയുടെ അരപ്പിൽ ചേർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മാങ്ങാഞ്ചിയാണ്. ഇനി 2 പീസ് എടുത്തതിൽ 1 പീസ് ഞാൻ അരപ്പിൽ ചേർത്ത്, 1 പീസ് നമുക്ക് ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കട്ടെ വേണ്ടത്. അതുപോലെ പച്ചമുളക് എടുക്കാം. ഇതെൻ്റെ കിച്ചൺ ഗാർഡനിൽ ഉണ്ടായ പച്ചമുളകാണ്. ഇത് അധികം എരിവില്ലാത്തതാണ്, കാശ്മീരി ചില്ലിയാണിത്. ഇനി നല്ല എരിവ് വേണമെങ്കിൽ നല്ല എരിവുള്ള പച്ചമുളക് ചേർക്കാം, അല്ലെങ്കിൽ പിന്നെ അരപ്പിൽ പച്ചമുളക് ചേർത്താൽ മതി. കാന്താരിമുളക് ചേർക്കണേ അത്യാവശ്യം നല്ല എരിവുണ്ടായിരിക്കും. ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മീൻകറി മൺചട്ടിയിൽ ഉണ്ടാക്കിയ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസിനെ നമുക്ക് ഈ മൺചട്ടിയിലോട്ട് ചേർക്കാം. പിന്നെ ഈ കറിയിൽ നമ്മൾ മാങ്ങ ഇഞ്ചി ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇഞ്ചി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഈ പച്ചമുളക് മുറിച്ചിട്ട് ചേർക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം. അടുത്തതായിട്ട് നമുക്ക് പുളി ചേർക്കണം. ഇത് ഞാൻ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചൂടുവെള്ളത്തിൽ ഒരു 1/2 മണിക്കൂർ മുമ്പ് വെച്ചതാട്ടോ. ഇത് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. പുളി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടെ അരപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചുഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലോട്ട് ഞാൻ ഇപ്പോഴും ഉപ്പ് ചേർക്കുന്നില്ല. മീൻ ചേർത്തതിന് ശേഷമാണ് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അടുത്തതായിട്ട് ഞാൻ മീൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയിലയാണ്. ഈ അയിലൊക്കെ ചെറിയ അയിലകളാണ്. അപ്പോൾ ഞാൻ ഇതിനെ മുറിച്ചെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് തന്നെ കറിയിലോട്ട് ചേർക്കുകയാണ്. പിന്നെ കറിയിലോട്ട് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ മീനിൽ വരഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ വരഞ്ഞു കൊടുത്താൽ മതി, അല്ലെങ്കിൽ വരഞ്ഞു കൊടുത്തതും കൂടെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ 1/2 കിലോ അയില നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലോട്ട് മീൻ മാറ്റാം. ഫ്രണ്ട്സ്, നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഞാനിവിടെ ഒരു 3-4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ചെറിയതാട്ടോ. ഞാനിത് കറിയിലോട്ട് ചേർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീനും കറിയിലോട്ട് ചേർക്കാം. ഫ്രണ്ട്സ്, ഞാനപ്പോൾ മീൻ മുഴുവനായിട്ട് നമ്മുടെ പാനിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് വേണമെങ്കിൽ ഉപ്പ് ഈ സമയത്ത് ചേർക്കാം, അതല്ലെങ്കിൽ നമ്മുടെ മീൻ ഒന്ന് തിളച്ചതിന് ശേഷം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ചുഴറ്റി കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറി കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. ഇതിലോട്ട് മാങ്ങ ഇഞ്ചി ആയതുകൊണ്ട് നമ്മൾ പുളി ചേർത്ത് കൊടുക്കണം. ഈ കറിയിലോട്ട് നമ്മൾ ഇഞ്ചി ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇനി നമ്മുടെ മീൻ വെന്ത് വരട്ടെ. മീൻ പെട്ടെന്ന് കുക്കായി വരും. ഞാൻ ഇത് അടച്ച് വെക്കാൻ. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ മീൻ ചേർത്തതിന് ശേഷം കറി വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ കല്ലുപ്പാട്ടോ ചേർക്കുന്നത്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് നമ്മുടെ പാൻ നന്നായിട്ടൊന്ന് ചുഴറ്റിയെടുക്കാം. നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ടൊരു 5-10 മിനിറ്റ് നല്ല ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ സ്പെഷ്യൽ മീൻകറി റെഡിയാവും. ഫ്രണ്ട്സ്, സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന മീൻകറിയിൽ വറവ് ആദ്യമാണ് ചേർക്കാറ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ മീൻകറിയിൽ വറവ് അവസാനമായിട്ട് ചേർക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ഇനി ഈ ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഞാനൊരു ഹാൻഡ്ഫുള്ള് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തത് ചേർക്കുകയാണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചെറിയ ഉള്ളി ചേർക്കാം. നമുക്ക് ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ, ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറായി വരട്ടെ. ഇവിടെ നമ്മുടെ കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
ഒരു അതിലൊക്കെ പെട്ടെന്ന് വെന്ത് വരും. അതുകൊണ്ട് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. അതിലൊന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക് വയ്ക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ഉള്ളി ലൈറ്റ് ബ്രൗൺ നിറായി വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കണം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. നമ്മുടെ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആവുന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കറിയിലോട്ട് ഒഴിക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 2 ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിരിക്കുകയാണ്. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മീൻ കറിയാണിത്. കറിയിലോട്ട് ഒഴിച്ചിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചുഴറ്റിയെടുക്കാം. വീണ്ടും കുറച്ച് സമയം അടച്ചു വയ്ക്കാം. ഈ വറവിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിൽ പിടിക്കട്ടെ. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ സ്പെഷ്യൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്. മാങ്ങ ഇഞ്ചി ചേർത്ത് നല്ല ക്രീമി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മീൻ കറിയാണിത്. നമ്മുടെ വറവാണ് കേട്ടോ ഇത്. വറവൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കറിയിൽ. അതുകൊണ്ട് പീസസ് ഒന്നും പൊട്ടി വന്നിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഈ കറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ശരിക്കും നമ്മൾ മാങ്ങ ചേർത്തുണ്ടാക്കിയൊരു കറിയുടെ ടേസ്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ മാങ്ങ ചേർത്തിട്ടുണ്ടാക്കുന്ന കറിയിൽ നമ്മൾ പുളി ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി മാങ്ങയ്ക്ക് പുളി ഉണ്ടാവും. പക്ഷേ ഈ കറിയിലോട്ട് പുളി ചേർക്കണം. പിന്നെ ഈ കറിയിലോട്ട് ഇഞ്ചി ചേർക്കേണ്ട. എന്നാലും നല്ല ടേസ്റ്റുള്ള കിടിലൻ മാങ്ങ ഇഞ്ചി ചേർത്ത മീൻ കറി കിട്ടുകയും ചെയ്യും. നമ്മുടെ മാങ്ങ ഇഞ്ചി മീൻ കറി ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ. അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം കേട്ടോ. ഫ്രണ്ട്സ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. Thanks for watching. Thank you.